കല്യാണ കച്ചേരി. അമ്മേ, അമ്മ എന്തൊക്കെ അസംബന്ധമാണ് ഈ പറയുന്നത്? അനിയൻ വിവാഹം കഴിക്കാനിരിക്കുന്ന കുട്ടിയെ ചേട്ടൻ കെട്ടണമെന്നോ? അമ്മയ്ക്കിത് എങ്ങനെ എന്നോട് പറയാൻ തോന്നി? അതുമാത്രമാണോ? ഭൂമി എൻ്റെ സ്റ്റുഡൻ്റാണമ്മേ. എല്ലാ ദിവസവും ഞാൻ അവളെ ഫേസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് എങ്ങനെയാ ഞാൻ ആ കുട്ടിയെ വിവാഹം ചെയ്യുന്നത്? തലയ്ക്ക് കയ്യും കൊടുത്ത് അമ്മയെ നോക്കി നിൽക്കുവാണ് കാർത്തിക്. കണ്ണ, നീ ഇനി കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ വരണ്ട. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അതിലെടുത്ത സുഭദ്രയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ. അത് മാറ്റി പറയുകയെന്നാൽ ഞാൻ മരിച്ചു എന്നാണ്. എന്താ, എൻ്റെ മരണമാണോ എൻ്റെ മോന് കാണേണ്ടത്? കണ്ണിൻ്റെ ചുമലിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് സുഭദ്രയുടെ ചോദ്യം. കണ്ണനാണെങ്കിൽ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥയാണ്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഭേദം പോത്തിനോട് വേദം ഓതുന്നതാണ് നല്ലതെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അമ്മ എന്നെ സംഘർഷത്തിലാക്കല്ലേ പ്ലീസ്. നിനക്ക് ആലോചിക്കാൻ ഇന്നൊരു രാത്രി മുഴുവൻ സമയമുണ്ട്. പക്ഷെ നാളത്തെ മറുപടി അത് അനുകൂലമായിരിക്കണം, കേട്ടല്ലോ? അല്ലാതെ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല കണ്ണ. ഒരു താക്കീതുപോലെ അതും പറഞ്ഞുകൊണ്ട് സുഭദ്ര മുറിവിട്ടിറങ്ങിയപ്പോൾ തൻ്റെ മുഴുവൻ ദേഷ്യവും കഥകിൽ തീർത്തുകൊണ്ട് അവൻ ആ വാതിൽ വലിച്ചടച്ചു. അതിലെടുത്ത് സുഭദ്രയ്ക്ക് 2 ആൺമക്കളാണ്, കാർത്തിക്കും കിരണും. സുഭദ്രയുടെ ഭർത്താവ് ബാലചന്ദ്രന് ബിസിനസ്സാണ്. ആള് കൂടുതലും വിദേശത്തും. അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബം. കാരണം അതിരെടുത്തുകാരുടെ 70% ബിസിനസ്സും വിദേശ രാജ്യങ്ങളിലാണ്. അവരുടെ മൂത്ത മകൻ കാർത്തിക്, എല്ലാവരുടെയും കണ്ണൻ, അടുത്തൊരു പേരുകേട്ട കോളേജിലെ മാത്സ് അധ്യാപകനാണ്. വളരെ നല്ലൊരു പയ്യനാണ് കണ്ണൻ. എല്ലാ ആളുകൾക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. രണ്ടാമത്തെ മകൻ കിരൺ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നാട്ടിൽ അതിരെടുത്ത് ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ മേൽനോട്ടം വഹിക്കുന്നു. നാളെ കിരണും ചെമ്പകത്ത് വീട്ടിലെ ഉണ്ണികൃഷ്ണൻ്റെയും ബാമയുടെയും 2 മക്കളിൽ മൂത്തവളായ ഭൂമിമധുരയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ കിടപ്പുമുറിയിൽ കിരൺ അവന് ഇഷ്ടപ്പെട്ട കുട്ടിയുമായി വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് ഒരു കത്തെഴുതി വെച്ചിട്ട് ബാംഗ്ലൂർക്ക് കടന്നു കളഞ്ഞു. വാർത്ത കാട്ടുതീ പോലെ പടർന്നപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലും കാര്യം അറിഞ്ഞു. മക്കളുടെ മുൻപിൽ അല്പം കർക്കശക്കാരിയായിരുന്ന ഒരമ്മയാണ് സുഭദ്രയെങ്കിലും മറ്റുള്ളവർക്കെല്ലാവർ അത്രയേറെ പ്രിയപ്പെട്ടതാണ്. തങ്കം പോലത്തെ മനസ്സാണ് സുഭദ്രയ്ക്കെന്നാണ് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്. ആര് സഹായം ചോദിച്ച് ആ പടിവാതിൽക്കൽ എത്തിയാലും സുഭദ്ര വെറും കൈയോടെ മടക്കി അയക്കില്ല. കിരൺ ഒളിച്ചോടിയ വിവരം അറിഞ്ഞതോടെ ഭൂമിയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ തളർന്നു. നാളെ വിവാഹം നടക്കേണ്ടിരുന്ന വീട് മൊത്തം ഒരു മരണ വീടിന് സമമായപ്പോൾ സുഭദ്ര പറഞ്ഞ ഉപാധിയാണ് മൂത്ത മകനെ കൊണ്ട് ഭൂമിയെ വിവാഹം കഴിപ്പിക്കുക എന്നത്. വൈകാതെ ഈ വാർത്ത ഭൂമിയുടെ ചെവിയിലും വന്നെത്തി. ഇതിനോടാവുന്നത്ര എതിർത്ത് നോക്കി ഭൂമി. കാർത്തിക് കോളേജിൽ എല്ലാവർക്കും പേടിയാണ് കാർത്തിക് സാറിനെ. ഭൂമിക്കും അതുപോലെ തന്നെയാണ്. ക്ലാസ്സിൽ കർക്കശക്കാരനായ കാർത്തിക് സാറിൻ്റെ അനിയനെ വിവാഹം കഴിക്കുന്നത് പോലും ഭൂമിക്ക് ഭയമായിരുന്നു. അതും ആദ്യ നാളുകളിൽ. കാരണം സാറിനെ ഓർത്ത് മാത്രം. സാറിൻ്റെ വിഷയമാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവുള്ളത്. ഭൂമി ഉണ്ണികൃഷ്ണൻ്റെ കാല് പിടിക്കുന്നത്ര കെഞ്ചി നോക്കി ഈ വിവാഹം നടക്കാതിരിക്കാൻ. അച്ഛാ പ്ലീസ്, അതെൻ്റെ സാറാണ്. ഞാൻ എങ്ങനെ സാറിനെ എൻ്റെ ഭർത്താവായി കാണും? എനിക്കിത് ചിന്തിക്കാൻ പോലും വയ്യ. മോളെ, നീ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കരുത്. ഈ വീട് മൊത്തം നാളത്തെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ? അമ്മ അവളുടെ അരികിൽ വന്നുകൊണ്ട് മകളെ നോക്കി. എന്നെക്കൊണ്ട് പറ്റില്ലമ്മേ. വേറെ ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കാം, പക്ഷെ സാറൊഴിക്കും. ഭൂമി അച്ഛനോടും അമ്മയോടും മാറി മാറി പറഞ്ഞു നോക്കി. പക്ഷേ രക്ഷയുണ്ടായില്ല. മോളെ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിഞ്ഞാലേ നിനക്കൊരു മംഗല്യയോഗമുള്ളൂ. നീ എന്താ ഈ അച്ഛനും അമ്മയും പറയുന്ന ഒന്നും കേൾക്കാത്തത്? നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മ പറയുന്നത്? നിനക്ക് താഴെ ഒരാൾ കൂടിയുണ്ട്. നിനക്ക് എങ്ങനെയെങ്കിലും ഒരു കുടുംബമായിട്ട് വേണം അവളുടെ കാര്യങ്ങൾ നോക്കാൻ. അച്ഛന് പ്രായം കൂടി വരുവാണ്. 2 അറ്റാക്ക് കഴിഞ്ഞ ആളാണ് ഞാൻ. നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എല്ലാം. കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നിനക്കും സമയം വേണം. പിന്നെ കാർത്തിക് നിനക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. ഇന്ന് നീ കോളേജിൽ പോകുമ്പോൾ കാണുന്നതല്ലേ. പിന്നെന്താ സമ്മതിക്കാൻ ഇത്ര മടി? അല്ലെങ്കിലും കിരണിനേക്കാൾ എനിക്കിഷ്ടം കാർത്തിയായിരുന്നു. അച്ഛൻ്റെ വകയാണ് അടുത്ത ഉപദേശം.
നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടിച്ചുകൊണ്ട് ഭൂമി മുറിയിൽ കയറി കഥകടച്ചു. അവൾക്ക് ഉള്ളു വിങ്ങുന്നുണ്ടായിരുന്നു. സ്വപ്നത്തിൽ പോലും ഭർത്താവായി കാണാത്ത കാർത്തിക് സാറിൻ്റെ വധുവായി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോർത്ത് അവളുടെ ഉള്ളിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാമു വന്ന് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഭൂമി പോയി വാതിൽ തുറന്നു. അവളുടെ അമ്മയാണ് ഫാമ. നിനക്ക് ആ കുടുംബത്തിൽ യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. നിന്റെ കണ്ണ് നിറയാൻ അവരാരും ഇവിടെ വരുത്തത്തില്ല. കരഞ്ഞു വീങ്ങി ചുവന്നിരിക്കുന്ന അവളുടെ മുഖം കാണിക്കെ ഫാമയ്ക്ക് സങ്കടം വന്നു. അച്ഛനാകെ വിഷമമാണ് മോളെ. നീ ആലോചിച്ചൊന്ന് തീരുമാനം എടുക്കുക. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഓർത്തതും നിവൃത്തിയില്ലാതെ ഭൂമിയെ വീണ്ടും നിർബന്ധിക്കേണ്ടി വന്നു ഫാമയ്ക്ക്. ഒടുക്കം അനിയന് വേണ്ടി തീർത്ത കതിർ മണ്ഡപത്തിലേക്ക് ഏട്ടൻ കാലെടുത്ത് വെച്ചു. കാർത്തിക്കിൻ്റെയും ഭൂമിയുടെയും ക്ഷണം സ്വീകരിച്ച് കോളേജിൽ നിന്ന് വന്നവരെല്ലാവരും അവരിരുവരെയും കണ്ട് പകച്ചുപോയി. കാർത്തിക് അനിയൻ്റെ വിവാഹമാണ് വരണമെന്നും എല്ലാവരെയും വിളിച്ചത്. എന്നാൽ ഭൂമി കാർത്തിക് സാറിൻ്റെ അനിയനുമായിട്ടുള്ള വിവാഹമാണെന്നും എല്ലാവരോടും പറഞ്ഞു. ഇതിപ്പോൾ കിരണിൻ്റെ സ്ഥാനത്ത് കാർത്തിക്കിനെ കണ്ടത് എല്ലാവരുടെയും മുഖത്ത് മറ്റെന്തോ ഭാവം. ഒരുപക്ഷെ സാറും ഭൂമിയും മനഃപൂർവ്വം സർപ്രൈസായിട്ട് വെച്ചതാവും എന്നവരിൽ പലരും അടക്കം പറഞ്ഞു. മുഹൂർത്തമായപ്പോൾ പൂജാരി എടുത്ത് താലി കാർത്തിക്കിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അറിയാതെ വിറച്ചുപോയി കാർത്തിയുടെ കൈകൾ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആ താലി തൊട്ടരികിലിരിക്കുന്ന ഭൂമിയുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കുമ്പോൾ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ കഴുത്തിൽ കാർത്തിക്കിൻ്റെ കൈ അറിയാതെ തൊട്ടപ്പോൾ ഒരു വിറയിൽ പടർന്നുപോയി അവളിലൂടെ. അടുത്തു നിന്ന് ഫാമ ഭൂമിയുടെ കയ്യിൽ തട്ടിയതും അത്രയും നേരം എങ്ങോട്ടോ നോക്കി അലസമായിരുന്നവൾ പെട്ടെന്ന് കൈകൂപ്പി കണ്ണടച്ചു പിടിച്ചിരുന്നു. ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ ഓർത്തതും കാർത്തിക്കിനും ചെറുതല്ലാത്ത സങ്കടം തോന്നി. എല്ലാത്തിനും കാരണക്കാരനായ അനിയൻ്റെ മുഖം മനസ്സിലോർക്കെ കാർത്തിക്കിൻ്റെ കണ്ണിൽ പക ആളിക്കത്തി. കഴിക്കുന്ന സമയത്തും എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി ആലോചനയിലിരിക്കുന്ന ഭൂമിയെ കാർത്തിക് ഒന്നു നോക്കി. വേറെ ഏതോ ലോകത്തുന്നതുപോലെയാണ് അവളുടെ ഇരിപ്പ്. ക്ലാസ്സിലെ ചട്ടമ്പിയാണ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും കണക്കിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഹോംവർക്ക് ചെയ്യാറില്ല. മാത്രവുമല്ല പരീക്ഷകൾക്ക് മാർക്കും കുറവായിരിക്കും. എന്തുമാത്രം അടി തൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടിരിക്കുന്നു. അവളാണ് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ തൻ്റെ പാതിയെന്നറിയവേ കാർത്തിക്കിൻ്റെ ഉള്ളിൽ പേരറിയാത്തൊരു വികാരം വന്ന് നിറഞ്ഞു. ഭൂമിയുടെ ആലോചനകളിലും ഇതൊക്കെ തന്നെയായിരുന്നു കാര്യം. കിരണുമായി വിവാഹം ഉറപ്പിച്ചെങ്കിൽ പോലും പെണ്ണ് കണ്ടു പോയ ശേഷം ഒരിക്കലും കിരണിൻ്റെ ഭാഗത്തു നിന്നും ഫോൺ വിളിയോ അല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണെന്ന രീതിയിലുള്ള സംസാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം സുഭദ്ര നിർബന്ധിച്ച് ഭൂമി കിരണിനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തിരക്കാണെന്ന് പറഞ്ഞവൻ ഒഴിയുകയായിരുന്നു. ഇപ്പോൾ ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട് അന്നൊക്കെ കിരൺ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന്. ഒരു വാക്ക് തന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, സ്വയം ഒഴിഞ്ഞു മാറിപ്പോയേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. അവൾ ഒരു നെടുവീർപ്പോടെ ഓർത്തു. വരൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ സമയമായി. അവിടെ കൂടി നിന്ന കാരണവന്മാരിൽ ആരോ ഒരാൾ പറഞ്ഞതും ഭൂമിയുടെ നെഞ്ചിലൊരു ഇടിമുഴക്കം തോന്നി. ഭയപ്പാടോടെ കാർത്തികിനെ നോക്കി. അതേസമയം അവനും ഭൂമിയെ നോക്കിയത്. ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞു. കാർത്തിക് വെറുപ്പോടെ, അതിനേക്കാളേറെ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഇങ്ങേരത് എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത്? ഇങ്ങേരുടെ അനിയൻ ഇങ്ങനെയൊക്കെ കാണിച്ചതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. അതോർക്കവേ അവളുടെ കണ്ണ് നിറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാർത്തികിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം ചേർന്ന് ചതിച്ചതുപോലൊരു ഭാവം അവളുടെ മുഖത്ത് നിന്നും വിട്ടുമാറാതെ നിന്നു. ഇറങ്ങ്. കണ്ണിൻ്റെ സ്വരം കാതിൽ പതിഞ്ഞപ്പോഴാണവൾ എങ്ങോ നോട്ടമുറപ്പിച്ചു വെച്ച മിഴികളെ കഷ്ടപ്പെട്ട് അത് അടർത്തി മാറ്റിയത്. ഒന്നും മനസ്സിലാവാതെ പിന്നെയും അവനെ തന്നെ നോക്കി നിന്ന ഭൂമിയെ നോക്കി കണ്ണൻ വീണ്ടും പറഞ്ഞു, വീടെത്തി, ഇറങ്ങു ഭൂമി. പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ അവൾ കരഞ്ഞു നിറങ്ങി. കേട്ടുകേഴ്വി മാത്രമുള്ള അതിരെടുത്ത തറവാട്. പണ്ടേതോ കഥകളിൽ വായിച്ചു മറന്ന തറവാടുകളെ അനുസ്മരിപ്പിക്കും വിധം അതിങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ഉമ്മർത്ത് തന്നെ കുറേയേറെ സ്ത്രീജനങ്ങൾ നിൽക്കുന്നുണ്ട്. നല്ല സെറ്റുമുണ്ടുമൊക്കെ ഉടുത്ത് നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട് ആഢ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന മുഖത്തോടെ അവൾ
ഒരു നിമിഷം അവർ എല്ലാവരെയും മാറി മാറി നോക്കി. അപ്പോഴേക്കും സുഭദ്ര ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് അവളെ അകത്തേക്ക് സ്വീകരിച്ചു. നല്ല തണുപ്പുള്ള തറ, കാൽപാദം ആ വീട്ടിലേക്ക് വെച്ചതും അവൾക്ക് മനസ്സിൽ തോന്നിയത് അതാണ്. എല്ലാവരും മാറി മാറി വന്ന് പാലും പഴവും കൊടുത്ത് വധൂവരന്മാർക്ക്. മുകളിൽ ചെന്ന് ഡ്രസ്സും ആഭരണങ്ങളും മാറിവാ, ചായ കുടിക്കാം. സുഭദ്ര അരുമയായി ഭൂമിയുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. അത് പറഞ്ഞ് സുഭദ്ര അടുത്തുനിന്ന് പോയിട്ട് ഭൂമി ഒരു അങ്കലപ്പോടെയിരുന്നു. കാരണം മുറി എവിടെയാണെന്നൊന്നും അവർ പറഞ്ഞിരുന്നില്ല. അരികിലിരിക്കുന്ന കാർത്തി അവളെ ഒന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ അവളും പോയി. സർ, പടിക്കെട്ട് കയറി പോകുമ്പോൾ പിന്നിൽ നിന്ന് ഭൂമി കാർത്തിയെ വിളിച്ചെങ്കിലും അവനൊരു നോട്ടം കൊണ്ട് പോലും അവളെ കടാക്ഷിച്ചില്ല. അവൾക്ക് കണ്ണു നിറഞ്ഞു വന്നു. കാരണം താൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്ത കാര്യമാണ് നടന്നത്. അതുമാത്രമല്ല, സാറിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ഞാൻ സാറിൻ്റെ ജീവിതത്തിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറി ചെന്ന പോലെ തോന്നും. സത്യം പറഞ്ഞാൽ വീട്ടിലെ അവസ്ഥ ഓർത്ത് മാത്രമാണ് ഇങ്ങനെയൊരു വിവാഹത്തിന് തയ്യാറായത് പോലും. ഒരു ബ്രോക്കർ വഴിയാണ് കിരണിൻ്റെ വിവാഹാലോചന ഭൂമിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സുഭദ്ര എപ്പോഴും അമ്പലത്തിൽ വെച്ച് ഇഷ്ടപ്പെട്ടതാണ് ഭൂമിയെ. 2 ആൺമക്കളാണെങ്കിലും മൂത്ത മകൻ വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇളയ മകന് വേണ്ടി അവർ ഭൂമിയെ ആലോചിക്കുമായിരുന്നു. എന്നാൽ അതിരടുത്ത തറവാടുമായി യാതൊരു വിധത്തിലും ബന്ധം ചേർക്കാൻ പറ്റിയതായിരുന്നില്ല ഭൂമിയുടെ വീടും വീട്ടു സാഹചര്യങ്ങളുമൊക്കെ. സുഭദ്രയ്ക്ക് അത്രമേൽ ഭൂമിയെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവളെ മകളായി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ അവളെ കണ്ട മാത്രയിൽ ആഗ്രഹിച്ചു. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഭൂമിയെ അവർ അതിരടുത്തേക്ക് ക്ഷണിച്ചത്. അതിൽ പ്രധാനമായിട്ടുള്ളൂ ഭൂമിയുടെ അനിയത്തി ഫാനു ഒരു ഹൃദ്രോഗിയാണ്. അവൾക്ക് മൊത്തം 3 സർജറികൾ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സർജറി നടത്താനായി അവർ താമസിക്കുന്ന വീടും സ്ഥലവും ബാങ്കിൽ പണയം വെച്ച് കിട്ടിയതുകൊണ്ടാണ് അവളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി 2 സർജറികൾ കൂടി വേണം. എങ്കിലേ അവൾ സാധാരണ മനുഷ്യനെ പോലെ ശ്വസിക്കാനും മറ്റും സാധിക്കും. ബാക്കി 2 സർജറികൾ നടത്താൻ പണമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് അതിനടുത്ത് നിന്ന് ആലോചന വരുന്നത്. ഇവരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞതോടെ സുഭദ്ര പറഞ്ഞു ബാക്കി 2 സർജറികൾക്കുള്ള പണം അവരിങ്ങോട്ട് നൽകിക്കൊള്ളാമെന്ന്. കേട്ടപാതി ഉണ്ണികൃഷ്ണനും ഭാമയും മകളെ വിവാഹത്തിന് നിർബന്ധിക്കുമായിരുന്നു. ഒടുക്കം വിവാഹത്തിൽ നിന്ന് പിന്മാറുക എന്ന സാഹചര്യം എത്തിയപ്പോൾ അനിയത്തിയുടെ വയ്യായിക പറഞ്ഞ് അവളെ മാനസികമായി തളർത്തി കളഞ്ഞവർ. അങ്ങനെയാണ് വരുന്നത് വരട്ടെ എന്ന് കരുതി ഭൂമി വിവാഹത്തിന് സമ്മതിച്ചത്. മാത്രമല്ല, ഭാനുവിനോടൊരു മകളോടുള്ള വാത്സല്യവും അവൾക്കുണ്ട്. ഭൂമി, താനിത് എന്താലോചിച്ച് നിൽക്കുവാണ്? ഒന്നില്ലെങ്കിൽ അകത്തേക്ക് കയറും, അതല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. എനിക്ക് വാതിലടയ്ക്കണം. കടുപ്പത്തോടെയുള്ള കാർത്തികിൻ്റെ വാക്കുകൾ കേട്ട് അവൾ സ്വയം ഒന്ന് നോക്കിയത്. വാതിൽപ്പടി കയറി നിന്നുകൊണ്ടാണ് അവളുടെ ആലോചന. പെട്ടെന്നുള്ള പ്രേരണയാൽ അവൾ അകത്തേക്ക് കയറി. പിന്നാലെ കാർത്തി വന്ന് ദേഷ്യത്തോടെ വാതിൽ ചേർത്തടച്ചു. ഭൂമിക്ക് പിന്നെയും സങ്കടം വരുന്നുണ്ട്. തൻ്റെ തെറ്റുകൊണ്ടല്ലാതെ ആരൊക്കെയോ എഴുതി ചേർത്ത നാടകത്തിൽ കഥയറിയാതെ അഭിനയിക്കുന്ന അവസ്ഥയായിരുന്നു അവൾക്ക്. റൂമിനകത്ത് തന്നെ മറ്റൊരു ചെറിയ റൂം കൂടിയുണ്ട്. അത് കാർത്തി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും എഴുതാനും അങ്ങനെ അവന് തനിച്ചിരിക്കണമെന്ന് തോന്നുമ്പോഴും സ്പെൻഡ് ചെയ്യുന്ന ഒരു റൂമാണിത്. ദേഷ്യത്തിൽ അവൻ അതിനകത്തേക്ക് കയറിപ്പോയി വാതിൽ ആഞ്ഞടച്ചു. അതൊക്കെ കണ്ട് തറഞ്ഞു നിൽക്കുകയാണ് ഭൂമി. റൂമിൻ്റെ 2 ഭിത്തികളിലും ജനലുണ്ട്. എങ്കിലും ഒന്ന് മാത്രമേ പ്രത്യക്ഷത്തിൽ തുറന്നിട്ടുള്ളൂ. മറ്റൊന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുകയാണ്. അടച്ചു വെച്ചിരുന്ന ജനൽ ഭൂമി തുറന്നിട്ട് അതിലേക്ക് തല ചേർത്ത് നിന്നു. ചിത്രങ്ങളിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ജനലിനപ്പുറം അവളെ കാത്തിരുന്നത്. വീശിയടിച്ച കാറ്റിൽ കുടമുല്ല പൂക്കളുടെ സുഗന്ധം അവളുടെ മൂക്കിൻ തുമ്പിലേക്ക് തുളച്ചു കയറി. പറമ്പിലെവിടെയോ മരമുല്ല പൂത്തു നിൽക്കുന്നു. അവൾ മനസ്സിലോർത്തു. ജനൽപ്പാളികൾക്കിടയിലൂടെ കണ്ട മനോഹരമായ കാഴ്ചയിലേക്ക് കണ്ണയച്ചുകൊണ്ട് അങ്ങനെ നിന്നവൾ. വിശാലമായ അതിരടുത്ത പറമ്പിൻ്റെ അരികു ചേർന്ന് ഒരു പുഴ ഒഴുകുന്നുണ്ട്. നല്ല പച്ചപ്പും തെളിനീരും പോലെയുള്ള പുഴവെള്ളം. സ്വയം അറിയാതെ
അവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ തോന്നിപ്പോയി അവൾക്ക്. ഡി അങ്ങനെ ഒരു അലർച്ച പിന്നിൽ നിന്ന് കേട്ടപ്പോഴാണ് അവൾ അറിയാതെ തിരിഞ്ഞു നോക്കിയത്. കലി തുള്ളി നിൽക്കുന്ന കാർത്തിക് സാറിനെ കണ്ടത്. അവൾ കാരണമറിയാതെ പകച്ചുപോയി. എന്ത് സാർ, എന്തു പറ്റി? നിന്നോട് ആരാ പറഞ്ഞത് ഈ ജനൽ തുറക്കാൻ? അടുത്തേക്ക് വന്നുകൊണ്ട് ധൃതിയിൽ ജനൽ പിടിച്ചു വലിച്ചിട്ട് അടച്ചു കുറ്റിയിട്ട് അവനത് ചോദിച്ചു. അത് സാർ, ഞാൻ വെറുതെ. സോറി. എന്തൊക്കെയോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിച്ചുവെങ്കിലും അവൾ പരാജയപ്പെട്ടു പോയി. ഇനി മേലിൽ ഈ ജനൽ നീ തുറന്നെന്നറിഞ്ഞാൽ. അവൾക്ക് നേരെ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അതും പറഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇത്തവണ ഭൂമിക്ക് സങ്കടത്തിനേക്കാളേറെ ദേഷ്യമാണ് വന്നത്. ഞാനാരാ? അയാളുടെ ചെണ്ടയോ? സാറും കുട്ടിയൊക്കെ കോളേജിൽ. അവിടെ ഭരിക്കാൻ വരുന്ന പോലെ ഇവിടെ വന്നാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാർത്തിക് സാർ അറിയും. നിമി നേരം കൊണ്ട് അവളുടെ മുഖഭാവം മാറി മറിഞ്ഞു. അത്ര നേരം സങ്കടം എഴുലിച്ചു നിന്ന മുഖത്ത് കുറുമ്പും കുസൃതിയും ദേഷ്യവും മാറി മാറി വന്നു. ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇന്നലെ മുഴുവനും ഉറങ്ങാതിരുന്ന് കരഞ്ഞതിൻ്റെ ക്ഷീണം, ഇന്ന് രാവിലെ മുതൽ ഇട്ട് ശീലമില്ലാത്ത ഒരു വസ്ത്രം കൂടി ധരിച്ചതിൻ്റെ ബുദ്ധിമുട്ട്, എല്ലാം കൂടി അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. സാധാരണ വീട്ടിൽ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറക്കം പതിവാണ്. കല്യാണത്തിന് വേണ്ടി ഒരാഴ്ച മുമ്പേ കോളേജിൽ നിന്ന് ലീവ് എടുത്തു. എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങുമായിരുന്നു. വസ്ത്രവും ആഭരണങ്ങളും എല്ലാം മാറി വരാനാണ് കാർത്തികിൻ്റെ അമ്മ പറഞ്ഞതെങ്കിലും ഭൂമി കയ്യിലേക്കും കഴുത്തിലേക്കും കാലിലേക്കും എല്ലാം നോക്കി. കാലിലൊരു വെള്ളി കൊലുസാണ് കിടക്കുന്നത്. 2 കൈകളിലുമായി ഈ 2 വളകളുണ്ട്. കഴുത്തിലിട്ട കനമുള്ള ഒരു താലിമാലയും പിന്നെ ഒരു ചെറിയ പാലക്കാമാലയും നൂല് പോലെയുള്ള മറ്റൊരു മാലയുമാണ് അവളുടെ ആഭരണങ്ങൾ. ഇന്നൊരു ദിവസമല്ലേ, അതൊക്കെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ എന്ന് അവൾ കരുതി. പക്ഷേ ഈ വസ്ത്രം അത് മാറ്റാമെന്ന് വെച്ചാൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേറൊന്നു വേണ്ടേ? ഭൂമിക്ക് തല പുകഞ്ഞു. റൂമിലെ വാതിൽ ആരോ തട്ടും പോലൊരു സൗണ്ട്. അവൾ ചെന്ന് വാതിൽ തുറന്നു. കൺമുമ്പിൽ 2 പെൺകുട്ടികളെ കണ്ടതും ഭൂമി ചോദ്യഭാവത്തിൽ അവരെ നോക്കി. ആരാ? ഹായ് ഏട്ടതി. മുമ്പിൽ നിന്ന പെൺകുട്ടി ഭൂമിയെ നോക്കി കൈവീശിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഭൂമിയാണെങ്കിൽ ആളെ മനസ്സിലാവാതെ ഒരു സംശയത്തോടെ നിന്നു. ഞങ്ങളെ കാർത്തികേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളാ, അമലയും അഖിലയും. ഭൂമി വാതിക്കൽ നിന്ന് മാറിക്കൊടുത്തു അവർക്ക് അകത്തേക്ക് കയറാൻ. വല്യമ്മ പറഞ്ഞു ഏട്ടത്തിയെ വസ്ത്രം മാറാൻ ഹെൽപ്പ് ചെയ്യാൻ. അതിനാ ഞങ്ങൾ വന്നത്. ഇതാ മാറ്റിയെടുക്കാനേ മറ്റൊരു ഡ്രസ്സ് തന്നു വിട്ടിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന വസ്ത്രം ഭൂമിയുടെ നേരെ നീട്ടിക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു. ഭൂമി ആ വസ്ത്രം കൈനീട്ടി വാങ്ങി. തലമുടിക്കെട്ടൊക്കെ അഴിക്കാൻ ഞങ്ങൾ സഹായിക്കട്ടെ? ഭൂമി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അപ്പോഴേക്കും 2 പേരും ഓരോ അടുത്തു നിന്നും മുടിയിൽ കുത്തിവെച്ചിരുന്ന മുല്ലപ്പൂ അഴിച്ചെടുക്കാനൊരു ശ്രമം നടത്തി. അതൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് പകുതി ആശ്വാസം വന്നു. മഞ്ഞയും പച്ചയും ചേർന്ന ഒരു ധാവണിയാണ് സുഭദ്ര ഭൂമിക്ക് വേണ്ടി അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. സാരി മാറി വന്ന് മേല് കഴുകി ധാവണിയും ഉടുത്ത് ഭൂമി അഖിലയ്ക്കും അമലയ്ക്കും ഒപ്പം ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അവരെ കൂടാതെ ആ വീട്ടിലപ്പോൾ ഉണ്ടായിരുന്ന മറ്റംഗങ്ങളൊക്കെ അവിടെയുണ്ട്. എല്ലാവരും ചായ കുടിച്ചു തുടങ്ങിയിരുന്നു. ഭൂമിയുടെ കണ്ണുകൾ കാർത്തികിനെ തിരിഞ്ഞു. സുഭദ്ര നടുവിലൊരു കസേര ഒഴിച്ചിട്ടിരിക്കുന്നത് തനിക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. സുഭദ്രയും ചായ കുടിച്ചു തുടങ്ങിയിട്ടില്ല. ഭൂമി വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എന്താണ് എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്? ചായ കുടിക്കുക. അന്ത്യശാസനം പോലെ സുഭദ്രയുടെ വാക്കുകൾ വന്നതും അതുവരെ കാർത്തികിനെയും ഭൂമിയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്ന ബന്ധുജനങ്ങളെല്ലാം ചായ കുടിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ചെറിയ സംശയമുണ്ട്. കാർത്തിക്കും ഭൂമിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുകളുണ്ടോ എന്ന്. കാരണം ഒറ്റ രാത്രി കൊണ്ട് തീരുമാനിച്ച ഒരു വിവാഹമായിരുന്നല്ലോ ഇവർ തമ്മിലുള്ളത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് കാർത്തിയും ഭൂമിയും കൂടി കാവിൽ വിളക്ക് വെക്കണം. പറ്റില്ല, സുഭദ്ര പറഞ്ഞു കേട്ട് ഭൂമി അവരെ നോക്കി തലകുലുക്കാൻ തുടങ്ങിയപ്പോൾ കാർത്തി പറഞ്ഞു പറ്റില്ലെന്ന്. എല്ലാവരും കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ട് പറ്റില്ല? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാവിലേക്ക് പോകാൻ? ഇല്ല. അത് പറയുമ്പോൾ കാർത്തിയുടെ സ്വരത്തിനും വല്ലാത്തൊരു കടുപ്പം.
പിന്നെ എന്തുകൊണ്ടാണ് വിളക്ക് വെക്കാൻ പോകാൻ പറ്റില്ലാത്തത്? മര്യാദയ്ക്ക് പോയി വിളക്ക് വെച്ചോണം. കാർത്തിക്കിന് നല്ല ദേഷ്യം വന്നു. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അതിനേക്കാൾ അവനെ ചൊടിപ്പിച്ചത് ആ സംസാരമെല്ലാം ഭൂമി കേട്ടിരുന്നു എന്നുള്ളതാണ്. ഭൂമി വിശ്വാസം വരാത്ത പോലെ കാർത്തികിനെ നോക്കി. കോളേജിൽ വിദ്യാർത്ഥികളെ വിറപ്പിക്കുന്ന സാറാണ് അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നത്. മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു ഭാഗ്യമാണല്ലോ തനിക്ക് ലഭിച്ചതെന്ന് അവൾ ഓർത്തു. കഷ്ടപ്പെട്ടവൾ ചിരി കടിച്ചു പിടിച്ചു. അത് കാർത്തികിൻ്റെ ദേഷ്യവും കൂട്ടി. വൈകിട്ട് ഭൂമിക്കൊപ്പം കാവിൽ വിളക്ക് വെക്കാൻ പോവാണ് കാർത്തി. നന്നേ ദേഷ്യത്തിലാണവൻ. ഭൂമി ആ കാവ് മുഴുവൻ കണ്ണോടിച്ചു. ഒരു വല്ലാത്ത തണുപ്പും ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷവും, ചീവീടുകളുടെ മൂളലും പക്ഷികളുടെ കരച്ചിലും. അങ്ങനെ തുടങ്ങി അതൊരു സ്വർഗമാണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഉണങ്ങിയ കരിയിലത്തുണ്ടുകൾക്ക് മുകളിലൂടെ ചോരപ്പൊട്ടുകൾ പോലെ കിടക്കുന്ന മൺചാടി മണികൾ. അത് കണ്ടത് അവൾക്ക് അത്ഭുതം കൂറി. കുനിഞ്ഞിരുന്ന് കൈക്കൊമ്പിളിലേക്ക് മൺചാടി മണികൾ പെറുക്കാൻ തുടങ്ങി. ഭൂമിക്ക് ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയായിരുന്നു. ഇതിനിടയിൽ ചെറിയ രീതിയിൽ കരിയിൽ ഇണങ്ങുന്ന ശബ്ദം കേട്ടു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവൾ ഓർത്തു. എന്നിട്ടും അതൊക്കെ വകവയ്ക്കാണ്ട് ഭൂമിയുടെ കൈകൾ മൺചാടി മണികൾ തേടി അലഞ്ഞു. പെട്ടെന്നാണ് പിന്നിലൂടെ വന്ന് കാർത്തിക് ശബ്ദമുണ്ടാക്കാതെ അവളുടെ വായ പൊത്തിയത്. ഒന്ന് കുതിരാൻ ഭൂമി ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ അമർന്നുപോയി അവളുടെ ശരീരം. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.